ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ അവർ ലൈഫാണ്. രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് കുളിച്ച് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയേക്കാണ്. അവിടെ ആയില്യ പൂജ ഉണ്ടായിരുന്നു. ചച്ചു അവിടെ നിൽക്കില്ലാന്ന് തോന്നിയപ്പോൾ വരുണും ചച്ചുവും കൂടി അവിടെ ആൽത്തറയിൽ പോയി. പിന്നെ നമ്മുടെ എല്ലാം രോമാഞ്ചമായ നമ്മുടെ പാൽപ്പായസത്തിലേക്കായി നമ്മുടെ നോട്ടം. അതെല്ലാം നമ്മൾ വയറ് നിറച്ച് കുടിച്ച് അപ്പം തന്നെ തീർത്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് ചച്ചു അതിക്കടൊക്കെ ഓടിയാണെന്ന് കളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്നത്തെ ദിവസം വേറെ നമുക്ക് പരിപാടികളുള്ള കാരണം അധികം നേരമൊന്നും നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. ചച്ച പിന്നെ അവിടെ പൂന്തോട്ടത്തിൽ നിന്ന് പൂവെല്ലാം പറിച്ച് ബിന്ദു ചേച്ചി അവളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്തു. അവൾക്കപ്പോൾ അവിടെയുള്ള അടുത്ത പൂവും വേണം, എല്ലാ പൂവും വേണം. അത് കണ്ട് പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും റെഡിയായിട്ട് നമ്മൾ ലുലുവിൽ പോവുകയാണ്. ഇതാണ് ചച്ചുവിൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ചച്ചു വരുണ്ട കണ്ണടയൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അവൾക്ക് അവളുടെ കണ്ണട വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. നേരെ പോണത് ലുലുവിലേക്കാണ് കേട്ടോ. ചച്ചു ആ കണ്ണട വെച്ചോടെ ഇരിക്കേണ്ട. അവൾ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. കണ്ണടയുടെ ഉള്ളിൽ കിടന്ന് അവൾ ഉറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ലുലു എത്തിക്കഴിഞ്ഞ് നമ്മൾ ലുലുവിൽ മെയിൻ പോണത് ചച്ചുവിനെ കളിപ്പിക്കാനാണ് പോണത്. അവിടെ ഒരു ചെറിയ പേ ആൻഡ് പാർക്ക് പോലത്തെ ഒരു ഉള്ളിലൊരു പാർക്ക് ഉണ്ടല്ലോ കളിക്കാൻ. അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അതുകൂടാതെ പിന്നെ അമ്മയ്ക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അവളോട് പറഞ്ഞു ആദ്യം ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാനുള്ളത് കയറാം, അല്ലെങ്കിൽ നടക്കൂലല്ലോ. അപ്പോൾ ഞാനും വരുണും 2 വെറൈറ്റി സാധനങ്ങൾ ഓർഡർ ചെയ്തു. എന്താണെന്ന് ഞാൻ ഓർക്കില്ല, കാരണം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ 2 നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അമ്മ സദ്യയാണ് ഓർഡർ ചെയ്തത്. അമ്മ സദ്യയും കൊണ്ട് അമ്മയും ചച്ചും കൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പ്ലേ ഏരിയയിലേക്കാണ് പോയത്. പ്ലേ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞത് ഓരോ സാധനങ്ങൾ ചച്ചുവിനെ കയറ്റിയാണ്. അവിടെ വെച്ചത് ചച്ചുവിന് ഒരു ഫ്രണ്ടിനെ കിട്ടി. അവളൊക്കെ എല്ലാത്തിലും കയറാൻ നമ്മൾ പേടിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ അവൾ ഭയങ്കര ധൈര്യമായിട്ട് എല്ലാത്തിലും കയറി. അതേപോലെ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തന്നു. അവൾ മോളിൽ ചെന്നിട്ട് അമ്മേ അമ്മൂമ്മേ അച്ഛാ എന്നൊക്കെ വിളിക്കുന്നു, നമുക്ക് ടാറ്റ തന്നു. മറ്റേ കൊച്ചത്തിരി പേടിച്ചാണ് ഇരുന്നത്. പക്ഷെ അവൾക്ക് ഇവൾ ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാത്തിലും ഇവർ കമ്പനിയായിട്ട് 2 പേരും കയറുകയായിരുന്നു. മറ്റേ കുട്ടിക്ക് ഇവളും കൂടെ ഉള്ള കാരണം എല്ലാത്തിലും കയറാനും ഒക്കെ നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ 2 പേരെയും ഒരു സംഭവത്തിൽ തന്നെ കയറ്റി. പിന്നെ ഇതിൽ 2 പേർക്ക് കയറാം. അതുകൊണ്ട് തന്നെ ഞാനും ചച്ചും കൂടിയാണ് ഫയർ ഫൈറ്ററായിട്ട് കയറിയത്. എല്ലാത്തിലും ഞങ്ങൾ വെള്ളം ചീറ്റിച്ച് ഇതാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ അതിൽ നിന്ന് വരാനായിരുന്നു ഭയങ്കര പാട്. പിന്നെ കുറച്ച് നേരം അവൾ അതിൽ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഈ സാധനത്തിൽ കയറിയപ്പോൾ അവൾക്ക് പിന്നെ കുറച്ചായപ്പോൾ മടുക്കല്ല, അവൾക്ക് പേടിയായിട്ടോ. അവൾ പിന്നെ നിർത്താൻ പറഞ്ഞു. പിന്നെ നമ്മൾ റൈസിങ് കാറിൽ കയറി. അങ്ങനെ കുറേ സാധനത്തിൽ കയറി. അവൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് വരണ്ടായിരുന്നില്ല, ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ ചേച്ചിമാരെ വിളിച്ച് കഴിഞ്ഞ് ചേച്ചിയും അപ്പച്ചിയും ഒക്കെ വന്നു കഴിഞ്ഞ് ചച്ചൂനെ ചേച്ചിമാർ പിന്നെ ഏറ്റെടുത്ത് അവർ പിന്നെ കളിപ്പിച്ചുകൊണ്ടും നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷോപ്പ് ചെയ്യാനും ഒക്കെ പറ്റി അവരുള്ള കാരണം. അല്ലെങ്കിൽ ചച്ചു ഒട്ടും ഇരിക്കില്ലായിരുന്നു. ചച്ചുവിനെ കൊണ്ട് ഭയങ്കര പാടാണ് ഷോപ്പ് ചെയ്യാനൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ലുലുന്ന് ഇറങ്ങണതാണ്. ഇത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ കാറിൽ കയറി അങ്ങോട്ടേക്ക് തിരിച്ച് ചേച്ചിയാണ് കേട്ടോ വണ്ടി ഓടിച്ചത്. കാരണം ലുലുന്ന് ചേച്ചിയുടെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ ലുലു വരെ ചേച്ചി ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേരെയൊക്കെ അവിടെ ഇറക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് വീണ്ടും ഒരു കസിൻ്റെ അടുത്താണ്. ഇത് ചച്ചുവിൻ്റെ അനിയൻ ബാബ ദേവനാണ്. നമ്മൾ ദേവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം ദേവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ചച്ചുവിന് ലുലുന്ന് അമ്മൂമ്മ വാങ്ങിച്ചു കൊടുത്ത സൈക്കിളാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൾ സൈക്കിൾ ഓട്ടാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മ രാവിലെ തന്നെ മുറ്റമൊക്കെ കഴുകിയിട്ടു. കാരണം മുറ്റത്ത് റോഡരികത്താണ് വീട്. അതുകൊണ്ട് തന്നെ നിറച്ച് പൊടി എപ്പോഴും ഉണ്ടാവും. അവൾക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അവൾക്ക് കാനഡയിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഓടിക്കാൻ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊരു വിഷമമായിരുന്നു. അപ്പം അവളുടെ പുത്തൻ സൈക്കിൾ വെച്ച് അവൾക്ക് പിങ്ക് കളർ വേണമെന്ന് തന്നെ നിർബന്ധമായിരുന്നു. അപ്പോൾ അവളുടെ പുത്തൻ സൈക്കിൾ വെച്ച് അതികടെ ഓടിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ, ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ.